പ്രേക്ഷകർക്ക് സ്വാഗതം. ഇതിപ്പോൾ എന്താ വെച്ചാൽ വളരെ വിശേഷപ്പെട്ടൊരു ദിവസമാണല്ലോ. ഇപ്പോൾ ഏതായാലും അത്താണ്. അപ്പോൾ 2026 ആ ഒരു ഓണക്കാലം ഇവിടെ തുടങ്ങുകയായി. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ അത്തത്തിൻ്റെ അന്നത്തെ ആ ഒരു പൂക്കളം ഉണ്ട്, പിന്നെ ഉച്ചയ്ക്കുള്ള ആ ഒരു അത്തത്തിനുള്ള ഒരു സദ്യ, അങ്ങനെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് ആ വിശേഷങ്ങളെ കൂടി ചേർത്തിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയും നമ്മളെ ഓണക്കാലം ആയി, അതായത് അത്തം മുതൽക്ക് ഇങ്ങോട്ട് തുടങ്ങുകയില്ലേ. അപ്പോൾ അത്യാവശ്യം ഒരു തെളിവൊക്കെ ഉണ്ട് ഇന്ന് കാലാവസ്ഥ. നമ്മൾ ഇതെന്ന് വെച്ചാൽ നമ്മളെ വീടിൻ്റെ ആ ഒരു മുറ്റത്തും ആ ഒരു മുറ്റത്തുള്ള ആ സൈഡിലൊക്കെ ഉള്ള പൂക്കളാണ്. ഇപ്രാവശ്യം നല്ല പൂക്കളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാവശ്യം വാങ്ങിയില്ല, ഏത് പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങിയില്ല. ഒക്കെ ഇവിടുത്തെ തന്നെ നല്ല പൂക്കൾ അതാണ് ഇടുന്നത്. പലതരത്തിലുള്ള കണ്ടില്ലേ, ചെറിയ ഇതും പലതായിട്ടുള്ളുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട് ഇടാൻ. പിന്നെ നമ്മളെ പ്രധാനമായിട്ടുള്ള കാശിത്തുമ്പ, അതൊരു വലിയ പ്രധാനമാണ്. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് പൂവൊക്കെ പറിച്ച് ഇനി നമുക്ക് പൂവിടണം. അപ്പോൾ നമ്മൾ പൂക്കളം ഇട്ട് കഴിഞ്ഞു, അത്തപ്പൂക്കളം. ഇപ്പോൾ ഏതായാലും അത്തം അധ്യാത്മരാമായണാമിതമെത്രയോ മത്യുത്തമോത്തമമൃത്യുഞ്ജയപ്രോക്തം അധ്യയനം ചെയ്യലും മക്തനീ ജന്മന മുക്തിദിക്കുമതിന്നില്ല സംശയം. മൈത്രീകരം ദാനദാനാദിവൃത്തിപദം ശത്രുവിനാശനാമാരോഗ്യവർദ്ധനം ദീർഘായുധപ്രദം പവിത്രം പരം സഖ്യപ്രദം സകാലാപീഠസാധകം ഭക്ത്യാപഠിക്കലും ചുലുകിലും തർജനെ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം. പുത്രാഭിലാഷിയിട്ടു പുത്രനെയും തഥാ സിദ്ധിക്കുമൊരു ജനങ്ങളാ സമ്മതം. പുത്രാഭിലാഷി മഹാപുത്രനായി വരും
വന്ധ്യായുമതി കേട്ടിയിടുകൾ നല്ലൊരു സന്തതിയുണ്ടാമവൾക്കെന്നു നിർണയം. ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടൂ മർത്തി കേട്ടിടുവീലത്തവനായി വരും. ദുർഗങ്ങളെല്ലാം ജയിക്കായി വരും മതി ദുഃഖിതൻ കേൾക്കിടനാതുരനായി വരും. വീതേനിതു കേൾക്കിത്തു നിർഭയനായി വരും വ്യാധിതൻ കേൾക്കിടനാതുരനായി വരും. ഭൂതദൈവാത്മാർത്ഥമായുണ്ടാകും ആദികളെല്ലാം അകന്നുപോ നിർണയം. ദേവാപിതൃഗണ താപസാമുഖ്യന്മാരേവരും ഏറ്റം പ്രസാദിക്കും അത്തരം. കന്മഷമെല്ലാം അകലും അതേയല്ല ധർമ്മമോക്ഷങ്ങൾ സാധിച്ചിടും. അധ്യാത്മരാമായണം പരമേശ്വരൻ അത്രീസുതയ്ക്കുപദേശിച്ചിതാതരാൽ നിത്യവും ശുദ്ധബുദ്ധ്യ ഗുരുഭക്തിമുണ്ടധ്യയനം ചെയ്യലും മുതാകൾക്കിനും സിദ്ധിക്കുമെല്ലാം അവിട്ടമെന്നിങ്ങനെ വ്യതമോദം പരമാർത്ഥമിതൊക്കവേ ഭക്ത്യാ പറഞ്ഞടങ്ങി കിളി പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും. ഇന്നിപ്പോൾ കർക്കടം 31, നാളെ ചിങ്ങമാസം 1-ാം തീയതി രാമായണം അവസാനിച്ചു. ഞാൻ കർക്കട മാസം 1-ാം തീയതി വായിക്കൽ തുടങ്ങിയതാണ്. ഇന്ന് ഞാൻ അവസാനിപ്പിച്ചു. അമ്മേൻ്റെ വായനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏതായാലും രാവിലത്തെ ചായ പലഹാരം ഇന്ന് ദോശയും ഉള്ളിച്ചമ്മന്തിയാണ്. ഇന്ന് പിന്നെ നമ്മൾ അത്തം ദിവസത്തിൽ രാവിലത്തെ ഇതൊക്കെ കുറച്ച് എളുപ്പമുള്ള പലഹാരം തന്നെ ആക്കി. ദോശയും ചമ്മന്തി. അപ്പം ഇനി ഉച്ചയൂണിനുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ ഉണ്ട്. ഇന്ന് ഉണ്ടാക്കാനുള്ള വിഭവം നമുക്കുള്ളത് എല്ലാം. നമുക്ക് പച്ചമാങ്ങയുണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കുള്ള വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നങ്ങനെ ഉണ്ടാക്കി വരികയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഏതായാലുമൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഊണ് കഴിക്കായി. ഏതായാലും അമ്മയ്ക്ക് ഇന്നിപ്പോൾ ഇലയിലാണ് ഒക്കെ വിളമ്പി കൊടുക്കാം. നമുക്ക് കാബേജിൻ്റെ ഒരു തോരനുണ്ട്. പിന്നെ ഞങ്ങളെ പതിവ് മാങ്ങ പെരുക്ക്, പപ്പടം കാച്ചിയതും പിന്നെ കൊണ്ടാട്ടമുളക് വറുത്തത്, നമ്മൾ പുളിയിഞ്ചിയും നാരങ്ങ അച്ചാർ അതൊക്കെയാണ് നേരത്തെ വിളമ്പി. പുളിയിഞ്ചി പിന്നെ ഇന്നലെ വീട്ടിലുണ്ടാക്കിയതാണ് അമ്മ. പിന്നെ കറി നമ്മൾ നല്ല ഒരു പുളിങ്കറി പോലെ തേങ്ങ അരച്ച് വെള്ളരിക്കയും അതുപോലെ മുരിങ്ങാക്കായും തക്കാളിയും. അപ്പം ഇന്നിങ്ങനെയാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇപ്പം ഇന്ന് ഉണ്ടാക്കിയത് നമ്മൾ സേമിയ പായസമാണ്. പിന്നെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഞങ്ങൾ പിന്നെ പരിപ്പ് പായസം ഉണ്ടാക്കാൻ വിചാരിച്ചിരുന്നു, പിന്നെ അങ്ങനെ മാറ്റിയതാണ്. അപ്പോൾ സേമിയ ആകുമ്പോൾ എളുപ്പമുണ്ടേനും. അപ്പോൾ എല്ലാം കൂടി ഒക്കെ ചെയ്ത് വരുമ്പോഴേക്ക് പിന്നെ വളരെ കുറച്ച് ഞങ്ങൾക്കൊരു 2-3 ഗ്ലാസ്, ആകെ 3 ഗ്ലാസ്സേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കും. നമുക്കടുത്ത് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.